എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു അടദോശ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് തുവരം പരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ഉഴുന്നും പരിപ്പ്, അതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള ചുമന്ന മുളക് നന്നായി കഴുകി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. 2-3 മണിക്കൂറായാലും കുഴപ്പമില്ല. കുതിരാനായിട്ട് വയ്ക്കണം. എന്നിട്ടത് മിക്സിയിൽ അരച്ചെടുക്കാം. തരിതരിപ്പായിട്ട് അരയ്ക്കണം, അല്ലാതെ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ നല്ല നൈസായിട്ട് അരയ്ക്കരുത്. അപ്പോൾ അത് അരച്ചിട്ട് കാണാം. അപ്പോൾ ഞാനതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇതേപോലെ തരിതരിപ്പായിട്ട് അരച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. ഇത് മുളക് വന്നിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടൊരു ദോശയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കായപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഇത് അപ്പോഴേക്കപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചിരിക്കരുത്. പുളി വരാൻ പാടില്ല അത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാം. ദോശയ്ക്ക് പരത്തുന്ന പോലെ ഒരുപാട് നൈസായി പരത്തേണ്ട ആവശ്യമില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ദോശ ചുട്ടെടുക്കാവുള്ളൂ. കാരണം അത് പരിപ്പൊക്കെ ചേർന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് വേവാൻ ഫുള്ള് ഫ്ലെയിം വയ്ക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതാ. ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ചേർത്ത് വെക്കുക. ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ എണ്ണ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡാകുമ്പോൾ ഇത് പരിപ്പൊക്കെ ആയതുകൊണ്ടാട്ടോ അതൊരു മഞ്ഞ കളർ തോന്നുന്നത്. നല്ല ഹെൽത്തി ആയിട്ടൊരു ദോശയല്ലേ ഇത്. ഇതിലേക്ക് ഞാനൊരു തേങ്ങ ചട്നി അരയ്ക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയും പച്ചമുളകും ഒരു 2-3 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് പുളി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഒന്ന് നോക്കാം. അവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നൈസായിട്ട് അരയരുതേ. എനിക്ക് വേണമെങ്കിൽ താളിക്കാം, കടുകും കറിവേപ്പിലയും കൂടി. ഞാനിപ്പോൾ താളിച്ചിട്ടില്ല. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചട്നി ചേർത്തിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ചട്നിയും ദോശയ്ക്കും കൂടി വറുത്തിട്ട കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂലേ. ഞാനതിലേക്ക് വറുത്തിടാം കേട്ടോ. കുറച്ച് കടുകും കറിവേപ്പിലയും. ഒരു അടിപൊളി അടദോശ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.